നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. അതായത് നമ്മുടെ പ്ലാന്റ് ബോഡി, ഒരു പ്ലാന്റ് ബോഡി കൺസിഡർ ചെയ്യുകയാണ് ഒരു ആൽഗേന്, അത് N ആയിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റ് ബോഡിയിൽ നിന്ന് ഗമേറ്റ് ഉണ്ടാകും. ആ ഗമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? N തന്നെ ആയിരിക്കും. അത് പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന സൈഗോട്ട് എന്താവും? 2N ആയിരിക്കും അല്ലെ. ഈ 2N നിന്ന് സ്പോറോഫൈറ്റ് ഉണ്ടാകും. അത് മൾട്ടി സെല്ലുലാർ ആണ്, അതും 2N ആണ്. അതിൽ നിന്ന് ഫോം ചെയ്യുന്ന സ്പോർ എന്ന് പറയുന്നത് N ആണ്. സോ ഇത്രയാണ് എന്ത് പ്ലോയിഡി എന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ പ്ലാൻ ബോഡി N ആയിരുന്നു, അതിൽ നിന്നുണ്ടായത് ഗമേറ്റ് ആണ്. അപ്പൊ N-ൽ നിന്ന് N-ലേക്ക് നമ്മൾ എന്താ പറയാ? മൈറ്റോസിസ് അല്ലെ. ഇവിടെ നടന്ന പ്രോസസ് എന്ന് പറയുന്നത് മൈറ്റോസിസ് ആണ്. അതായത് പ്ലാൻ ബോഡി N ആയിരുന്നു, അതിൽ നിന്നുണ്ടായിരുന്ന ഗാമേറ്റ് എന്താ? N തന്നെയാണ്. അപ്പൊ N to N എടുത്തു കഴിഞ്ഞാൽ അത് മൈറ്റോസിസ് പ്രോസസ് ആണ് നടന്നത്. പിന്നെ ഈ ഗാമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി അല്ലെ. അപ്പൊ ഈ സൈഗോട്ട് 2N ആണ്. അപ്പൊ N-ൽ നിന്ന് 2N അഥവാ ഡബിൾ ആകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? മൈറ്റോസിസ്. അപ്പൊ മൈറ്റോസിസ് രണ്ട് കണ്ടീഷനിൽ സംഭവിക്കും. ഒന്നെങ്കിൽ N ആവുന്നത്, അല്ലെങ്കിൽ 2N 2N ആവുന്നത്, അല്ലെങ്കിൽ N 2N ആവുന്നത് നടക്കാറുണ്ട്. ഇനി സൈഗോട്ട് തിരിച്ചെന്തായി? സ്പോറോഫൈറ്റ് ആയി അല്ലെ. ഇതും 2N സ്റ്റേറ്റ് തന്നെയാണ്, അഥവാ ഡിപ്ലോയിഡ് ആണ്. ഇവിടെ എന്താ ഉണ്ടായത്? മൈറ്റോസിസ് ആണ്. പക്ഷേ സ്പോറോഫൈറ്റ് പിന്നെ സ്പോറായി മാറുന്നുണ്ട് അല്ലെ. സ്പോറോഫൈറ്റ് സ്പോറായി മാറുന്ന ഈ ഒരു കണ്ടീഷനിൽ 2N എന്നുള്ളത് N ആയി മാറുകയാണ് ചെയ്തത്, പകുതിയാവാണ് ചെയ്തത്. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ് ഏതാ ചോദിച്ചു കഴിഞ്ഞാല് അത് മിയോസിസ് ആണ്. ഇവിടെ നടക്കുന്നത് മിയോസിസ് പ്രോസസ് ആണ്. പിന്നെ N തിരിച്ച് അഥവാ സ്പോർ തിരിച്ച് പ്ലാൻ ബോഡി തന്നെ ആവുകയാണ് ചെയ്യുന്നത്. സോ ഇത് പഠിച്ചു വെക്കുക. അതായത് ഡിപ്ലോയിഡ് കണ്ടീഷൻ എപ്പോഴാ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് N ആവുക. ഓക്കെ, ഇതാണ് ഡിപ്ലോയിഡ്. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2N ആണ്. ഓക്കെ, അപ്പൊ N ആവുക, 2N 2N ആവുക. ഇതൊക്കെ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. അതുപോലെ തന്നെ N 2N ആവുക. ഇതൊക്കെ എന്താണ്? മൈറ്റോസിസ് പ്രോസസ് ആണ്. ഓക്കെ, മൈറ്റോസിസ് ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2N ആണ്. മൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ആവാൻ പറ്റും, 2N 2N ആവാൻ പറ്റും, N-ന് 2N ആവാം. അഥവാ ഡബിൾ ആകുന്ന പ്രോസസ് അല്ലെങ്കിൽ ഈക്വൽ ആവുന്നതൊക്കെ ഏതാണ്? മൈറ്റോസിസിൽ വരും. പക്ഷെ തിരിച്ച് 2N N ആവാന്ന് പറഞ്ഞാൽ, അതായത് പകുതി ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിയോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് N ആണ്, ഒന്നുമില്ല. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2N ആണ്, ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ N ആണ്. മൈറ്റോസിസ് ആവാനുള്ള ചാൻസുകളാണ് ഈ മൂന്നെണ്ണം. മിയോസിസ് ആവുക എപ്പോഴും പകുതി ആവുമ്പോൾ, നമ്പർ ഓഫ് ക്രോമസോം ഹാഫ് ആവുമ്പോഴാണ് മിയോസിസ് സംഭവിക്കുക. ഡബിൾ ആവുമ്പോഴോ അല്ലെങ്കിൽ ഈക്വൽ ആവുമ്പോഴോ സംഭവിക്കുന്ന പ്രോസസ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷണൽ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസ് ആണ്. അപ്പൊ ഇത്രയാണ് ലൈഫ് സൈക്കിൾ, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഇവിടെ എന്താ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാല് നേരത്തെ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ നമുക്ക് ആ സൈഗോട്ടിന് മാത്രമേ 2N സ്റ്റേറ്റ് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഹാപ്ലോയിഡ് ആയതുകൊണ്ടാണ് ഹാപ്ലോണ്ടിക് ആയത്. ഇവിടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഗോട്ട് നേരത്തെ പോലെ തന്നെ 2N ആണ്. പിന്നെ സ്പോറോഫൈറ്റും കൂടെ 2N സ്റ്റേജ് വന്നു. അവിടെ അങ്ങനെ ഒരു സ്റ്റേജേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ 2 2N-ഉം 3 ഹാപ്ലോയിഡും ആയതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. നെക്സ്റ്റ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എപ്പോഴാണ് വരിക ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാൻ ബോഡി ഡിപ്ലോയിഡ് സ്റ്റേജിലാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് 2N ആണ്. അതിൽ നിന്ന് ഗമേറ്റ് ഉണ്ടാവും അല്ലേ. ഗമേറ്റ് എന്തായിരിക്കും? N ആയിരിക്കും. ഗമേറ്റ്സ് എപ്പോഴും N നമ്പർ ആയിരിക്കും. അതിൽ നിന്നുണ്ടാവുന്ന സൈഗോട്ട് ഫ്യൂസ് ചെയ്തിട്ട് 2N ആകും. ഈ സൈഗോട്ട് നേരെ എന്താകും? പ്ലാൻ ബോഡി ആയി മാറും. അപ്പൊ ഇവിടെ 2 2N ഉണ്ട്, ഒരൊറ്റ N ഉള്ളൂ. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ആരാണ്? എടുത്ത് നിൽക്കുന്നത് ആരാണ്? ഡിപ്ലോയിഡ് അല്ല. അതുകൊണ്ടാണ് ഇത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആയത്. മൂന്നും കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. ആൽഗിനെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിലും ഒക്കെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി ഈസി ആവും. ഇപ്പോൾ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആയിക്കോട്ടെ, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആയിക്കോട്ടെ, രണ്ടിലും പ്ലാൻ ബോഡി N-ലാണ് തുടങ്ങുന്നത്. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ മാത്രമേ ഉള്ളൂ പ്ലാൻ ബോഡി 2N-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇത് തീരെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയാണ് അപ്പൊ ഇത് ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ആൽഗെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൽഗിനെ കുറിച്ചിട്ട് നമ്മൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. വിത്ത് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നോട്ട്സ് ഒക്കെ ഇതന്നെ വെച്ചിട്ട് പഠിക്കുക. പിന്നെ ടെക്സ്റ്റ് വായിക്കുക, NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഇത്രയാണ് ഇത് ആൽഗയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ബ്രയോഫൈറ്റ്സും ടെറിഡോഫൈറ്റ്സും
ജിംനോസ്പേം കുറച്ചുള്ളൂ പഠിക്കാനായിട്ട്, ആൻജിയോസ്പേമും അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല, ജസ്റ്റ് ബേസ് ആയിട്ടേ പറയുന്നുള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനുള്ളത് ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് ആണ്. നമ്മളങ്ങനെ ആൽഗേനെ കുറിച്ച് മുഴുവനായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇനി അടുത്തത് സെക്കൻഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ബ്രയോഫൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ബ്രയോഫൈറ്റ്സ് ആണ് എന്ത്, പ്ലാന്റ് കിങ്ഡത്തിലെ സെക്കൻഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രയോഫൈറ്റ്സ് ആണ്. അപ്പോൾ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഈ പേര് എന്തായാലും പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് നോൺ ആസ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ആംഫിബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പറയണ്ടായി, വെറ്റ് സോയിൽ പ്ലസ് റിക്വയർ വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. ഇവര് എങ്ങനെയാന്ന് വെച്ചാൽ മണ്ണിലും ജീവിക്കും, അതുപോലെ വെള്ളം അവർക്ക് അത്യാവശ്യമാണ്. അപ്പൊ രണ്ടും വേണം. അതുകൊണ്ടാണ് ആംഫി എന്ന് പറയുന്നത്. ആംഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്വെൽ എന്നാണ് അർത്ഥം, രണ്ട്. ഓക്കെ, അപ്പൊ ഡ്വെൽ ആയിട്ടുള്ള രീതിയിലാണ് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. രണ്ട് ഹാബിറ്റാറ്റ് വേണം അല്ലേ. അപ്പോൾ വെറ്റ് സോയിൽ, നനഞ്ഞിട്ടുള്ള മണ്ണും വേണം, അതുപോലെ അവരുടെ ഫെർട്ടിലൈസേഷൻ അഥവാ അവരുടെ ലൈഫ് സൈക്കിൾ ഫുൾ കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്, അവർക്ക് വാട്ടറിന്റെ റിക്വയർമെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, ബ്രയോഫൈറ്റ്സിന് എന്താണ് പറയുക, ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. അടുത്തത്, ദ പ്ലാന്റ് ബോഡി ജനറലി ഡോർസിവെൻട്രലി ഫ്ലാറ്റൻഡ് ഓർ ഇറക്റ്റ്. ഡോർസിവെൻട്രലി ഫ്ലാറ്റൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ എടുക്കാം, നമ്മളൊരു ലീഫ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇതാണ് ലീഫ്. ലീഫിന്റെ ടോപ്പർ ഏരിയ, അതായത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്ന ആ ഭാഗത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, വെൻട്രൽ എന്ന് പറയുന്നത്. പിൻഭാഗത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡോർസൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോ ബ്രയോഫൈറ്റ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രയോഫൈറ്റ്സിലുള്ള ലീഫ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിന്റെ മേലെ ഭാഗം എന്ന് പറയുന്നതാണ് എന്ത്, വെൻട്രൽ ഏരിയ. താഴെ ഭാഗം ഏതാണ്, ഡോർസൽ ഏരിയ. അപ്പൊ ഡോസി വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ് അവരിൽ കണ്ടുവരുന്നത്. ഇപ്പൊ പ്ലാവിന്റെയിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇറക്റ്റ്, ഇറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, അങ്ങനെ ഇറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ലീവ്സും ആർക്ക് കാണാൻ പറ്റും, ബ്രയോഫൈറ്റ്സിനെ കാണാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാന്റ് ബോഡി ഇസ് സ്ലൈറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട് ലൈക്ക് സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതായത് ഈ പറഞ്ഞ ബ്രയോഫൈറ്റ്സ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് അല്ലേ. ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ആൽഗിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബ്രയോഫൈറ്റ്സ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ്. അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാകുന്നത്, ഇവരിൽ റൂട്ട് പോലെയുള്ളത്, അതുപോലെ സ്റ്റെമ്മ് പോലെയുള്ളതും ലീഫ് പോലെ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഒരു എക്സാക്ട് സ്റ്റെമ്മോ റൂട്ടോ ലീഫോ അല്ല, അതുപോലെ തോന്നുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ ബ്രയോഫൈറ്റ്സിൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന ഒരു പേര് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് റൈസോയിഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈസോയിഡ് എന്നാണ് ഇതെന്ന് പറയുന്നത്. ബ്രയോഫൈറ്റ്, ഇപ്പോ ഇതാണ് ഒരു ബ്രയോഫൈറ്റിന്റെ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബ്രയോഫൈറ്റ് ഇത് മണ്ണാണ്, സോയിൽ. അവിടെ ഉണ്ടാവുന്ന റൂട്ട് പോലെയുള്ള സ്ട്രക്ചർ, ഇത് ശരിക്കും റൂട്ടല്ല, റൂട്ട് പോലെ തോന്നിക്കുന്ന സ്ട്രക്ചറിനെ ബ്രയോഫൈറ്റ്സിൽ എന്താണ് പറയുക, ഇറ്റ്സ് നോൺ ആസ് റൈസോയിഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവരെന്താണ് പറയുക, റൈസോയിഡ്. ബ്രയോഫൈറ്റ്സിൽ റൂട്ട് പോലെയുള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഇത്, റൈസോയിഡ്. ഓക്കെ, അങ്ങനെ ഇത് ഈ പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഇവരെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടതുണ്ടല്ലേ. ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചിട്ട്, ബ്രയോഫൈറ്റ്സിനെ കുറിച്ചിട്ട്. ഇനി അടുത്ത എക്കണോമിക് ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫുഡ് ഫോർ ഹെർബിവോറസ് ആനിമൽസ്. ഹെർബിവോർസ്. ഓക്കെ, അപ്പൊ ഹെർബിവോർസ് ആനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, വെറും വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആനിമൽസ്. ഓക്കെ, ഇപ്പോൾ വെജിറ്റബിൾസ് അതുപോലെ തന്നെ ലീഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കഴിക്കുന്നത്. കാർണിവോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാംസം ഒക്കെ കഴിക്കുന്നവരാണ്. അപ്പൊ എന്താണ് ഹെർബിവോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലകളും മറ്റ് വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്ന, കൺസ്യൂം ചെയ്യുന്ന ആനിമൽസ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ബ്രയോഫൈറ്റ്സ്. കാരണം എന്താ, ബ്രയോഫൈറ്റ്സിനെ കഴിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഫുഡ് ഫോർ ഹെർബിവോർസ് ആനിമൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രാൻസ്ഷിപ്മെന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രാൻസ്ഷിപ്മെന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറെ പ്രോഡക്ട്സ് നമ്മൾ ഷിപ്പിൽ ദൂര സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലക്ഷദ്വീപ് കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ എന്താണ് ട്രാൻസ്ഷിപ്മെന്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട് പ്രോഡക്ട്സിനെയൊക്കെ. അപ്പോൾ അത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും കേട് വരും. അപ്പോൾ കേട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ബ്രയോഫൈറ്റ്സിലാണ് അവരെ കവർ ചെയ്യുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രയോഫൈറ്റ്സിലുള്ള ഏറ്റവും ഒരു നല്ല ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. അഥവാ ഇവർ അതിലുള്ള ഈ ഒരു ബ്രയോഫൈറ്റ്സിലുള്ള ആ ഒരു
വെള്ളത്തിന് അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് കവർ ചെയ്യുമ്പോൾ അതിൽ ഓൾറെഡി ഉള്ള വെള്ളം നമ്മൾ എത്ര ദൂരം കൊണ്ടുപോയാലും അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യിക്കും, അഥവാ അത് വേപ്പറൈസ് ചെയ്തിട്ട് ഡ്രൈ ആക്കൊന്നുമില്ല. അപ്പൊ കേട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്? ബ്രയോഫൈറ്റ്സിനെ നമ്മൾ ട്രാൻസ്ഷിപ്മെന്റ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ അതിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രോഡക്ട്സ് എത്തിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട് ബ്രയോഫൈറ്റ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പാഗ്നം. സ്പാഗ്നം എന്ന് പറയുന്നത് ബ്രയോഫൈറ്റിലുള്ള ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ്. എന്തെന്ന് പറയുന്നത് സ്പാഗ്നം. അവരുടെ ഇമ്പോർട്ടൻസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരെ പറയുന്ന ഒരു പേരാണ് പീറ്റ് മോസ്. പീറ്റ് മോസ് എന്നാണ് ആര് പറയുന്നത്? സ്പാഗ്നത്തിനെ പറയുന്നത്. സ്പാഗ്നം ഏതിലാണ് വരുന്നത് ചോദിച്ചാൽ ഇറ്റ് കംസ് അണ്ടർ ബ്രയോഫൈറ്റ്സ്. ഓക്കെ, അപ്പൊ പീറ്റ് മോസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എൻട്രൻസ് ലെവലാണ് പീറ്റ് മോസ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് എസ് തിക് ബെഡ് ഓവർ ദ സോയിൽ പ്രിവെന്റ് സോയിൽ എറോഷൻ. ഓക്കെ, അപ്പോൾ സോയിൽ എറോഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ബ്രയോഫൈറ്റ്സിന്റെ ലീഫ് ഒക്കെ എന്ത് ചെയ്യും? മണ്ണിന്റെ പോലെ ഒരു ബെഡ് പോലെ വന്ന് നിൽക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്തുണ്ടാവില്ല? സോയിൽ എറോഷൻ ഒരു പരിധി വരെ തടയാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മൾ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞത്. ഒന്നുമില്ല, ഇവരെ പറയുന്നത് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ്. കാരണം എന്താ? അവർ വെറ്റ് സോയിലിൽ ജീവിക്കുകയും ചെയ്യും, ഫെർട്ടിലൈസേഷന് വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവർ ഡോസിമെൻട്രലി ഫ്ലാറ്റൻഡ് ആണ് അല്ലെങ്കിൽ ഇറക്റ്റ് ആണ്. അടുത്തത് പ്ലാന്റ് ബോഡി കുറച്ച് റൂട്ട് പോലെ, സ്റ്റെം പോലെ, ലീഫ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ലീഫോ റൂട്ടോ സ്റ്റെമ്മോ അല്ല ഉള്ളത്, പക്ഷെ അതുപോലെ തോന്നിക്കുന്നത്. അപ്പോൾ ബ്രയോഫൈറ്റ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ റൂട്ട് പോലെയുള്ള സ്ട്രക്ചറിന് എന്താണ് പറയുന്നത്? റൈസോയിഡ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ്, അത് എക്കണോമിക്കലി ഇവർ എത്രത്തോളം ബെനിഫിഷ്യൽ ആണ് നോക്കിക്കഴിഞ്ഞാൽ ഹെർബിവോറസ് ആനിമൽസിന്റെ ഫുഡാണ് ആര്? ഈ പറഞ്ഞ ബ്രയോഫൈറ്റ്സ്. ട്രാൻസ്ഷിപ്മെന്റ് കപ്പാസിറ്റിക്ക് വേണ്ടി പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ബ്രയോഫൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രയോഫൈറ്റ് ഏതാണ്? എൻട്രൻസിൽ ചോദിക്കാറുണ്ട്. അത് സ്പാഗ്നമാണ്. ആ സ്പാഗ്നത്തിന് പറയുന്ന വേറൊരു പേര് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് പീറ്റ് മോസ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രയോഫൈറ്റ്സിന്റെ ലീഫ് അത്യാവശ്യം ഫ്ലാറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ മണ്ണിലൊരു അഥവാ സോയിലൊരു ബെഡ് പോലെ ഫോം ചെയ്യും. അപ്പൊ സോയിൽ ഇറോഷൻ ഒരു പരിധി വരെ തടയാറുണ്ട്. ബ്രയോഫൈറ്റ്സിൽ അങ്ങനെ എക്കണോമിക് ഇമ്പോർട്ടൻസ് തീർന്നു. ഇനി രണ്ടാം പാർട്ട് എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഫ്രാഗ്മെന്റേഷൻ, അടുത്തത് പ്രോട്ടോണിയം. ഓക്കെ, ഫ്രാഗ്മെന്റേഷനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്, പ്രോട്ടോണിമനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഇത് രണ്ടുമാണ് എന്ത്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പറയാനുണ്ട്. അടുത്തത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്ട്രക്ചർ, ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് ജെമ്മേ. അതുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെമൈക്ക. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ജെമൈക്കപ്പ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, അതിലായിരിക്കും എന്തുണ്ടാവുന്നത്? ജെമ്മേസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? അസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ബ്രയോഫൈറ്റ്സിൽ ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇതെന്ന് പറയുന്നത് ജെമ്മേ. അത് ഉള്ളത് ജെമൈക്കപ്സിലാണ്. ഇനി അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സിംഗ്യാമസ് ആണ്. സിംഗ്യാമസ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, രണ്ട് ഗ്യാമേറ്റ്സുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സിംഗമി. അതിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടായി ഐസോഗമി, അനൈസോഗമി, ഊഗ്യാമസ് ടൈപ്പ്. ഇവിടെ വരുന്നത് ഏതാണ്? ഊഗ്യാമസ് മാത്രമേ ഉള്ളൂ, ഐസോയും അനൈസോയും ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ത്രൂ സിംഗമി തന്നെയാണ്. അതിൽ കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ആർക്ക് നടക്കുന്നത്? ബ്രയോഫൈറ്റ്സിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ആൽഗിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചേ പഠിക്കാനുള്ളൂ ബ്രയോഫൈറ്റ്സിലെ. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ബ്രയോഫൈറ്റ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലിവർവേർട്ട്, അടുത്തത് മോസ്. ഓക്കെ, അപ്പൊ ബ്രയോഫൈറ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലിവർവേർട്ട് ആണ്, അടുത്തത് മോസ് ആണ്. ഇവർ രണ്ടുപേരും ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവർവേർട്ട് ടെക്നിക്കലി കോൾഡ് ഹെപ്പാറ്റോകോക്സിഡ ഡോസിവെൻട്രൽ പ്ലാന്റ് ബോഡി. ഓക്കെ, ലിവർവേർട്ട് അല്ലെ, നമ്മൾ ലിവർ എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. കാരണം എന്താ? നമ്മുടെ ഹ്യൂമൻസിലൊക്കെ ഉള്ളതാണ്, ആനിമൽസിലൊക്കെ ഉള്ളതാണ് എന്ത്? ലിവർ. ലിവർ എന്ന് പറയുന്ന ഒരു വേറെ പേരാണ് എന്ത്? ഹെപ്പാറ്റോ. ഓക്കെ, ലിവറിന്റെ പേരാണ് എന്ത്? ഹെപ്പാറ്റോ. അപ്പൊ ലിവർവേർട്ടിന്റെ പേരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈസിയായി പഠിക്കാൻ വേണ്ടിയിട്ട് ഹെപ്പാറ്റികോക്സിഡ. ഓക്കെ, ഇത് ഡോസിവെൻട്രൽ തന്നെയാണ്, അതായത് മേലഭാഗം താഴ്ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലീഫ് ആയിരിക്കും ഇതിലുണ്ടാവുക, ലിവർവേർട്ടിൽ ഉണ്ടാവുക. അടുത്തത് ഇവര് ഇനി മോസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് പറയുന്ന പേരാണ് ബ്രയോപ്സിഡ. ഓക്കെ, അപ്പൊ ലിവർവേർട്ടും മോസും ആയിട്ടാണ് ആരെ
ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ബ്രയോഫൈറ്റ്സിനെ. അതിൽ ലിവോവേർട്ടിന് പറയുന്ന പേരാണ് ഹെപ്പാറ്റിക് ഓക്സിഡ, പക്ഷേ മോസിന് പറയുന്നതാണ് എന്ത്, ബ്രയോക്സിഡ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഈ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിവോവേർട്ട് ഡൈഷ്യസ് ആണ്. ഡൈഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പ്ലാന്റിൽ തന്നെ ഒന്നെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറേ ഉണ്ടാവുള്ളൂ. രണ്ടും കൂടെ ഉണ്ടാവുന്ന കേസ് വരുന്നില്ല. ഡൈഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മേ ബി ഒരു മെയിൽ ഗാമേറ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഗാമേറ്റ്, രണ്ടും ഒരു ഒറ്റ പ്ലാന്റിൽ ഉണ്ടാവില്ല. സോ അതാണ് എന്ത് ഡൈഷ്യസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോ പ്ലാന്റ്സിന്റെ കേസ് അഥവാ ബ്രയോഫൈറ്റ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആന്ത്രീഡിയ എന്ന് പറയുന്നതാണ് ഇത് മെയിൽ സ്ട്രക്ചർ. ഓക്കെ, മെയിൽ സ്ട്രക്ചർ ആണ് ഇത് ആന്ത്രീഡിയ. ആർക്കിഗോണിയ എന്ന് പറയുന്നതാണ് ഇത് ഫീമെയിൽ സ്ട്രക്ചർ. അപ്പൊ മെയിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആന്ത്രീഡിയ, ഫീമെയിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആർക്കിഗോണിയ. ബ്രയോഫൈറ്റ്സിന്റെ കേസിൽ ഇവർ രണ്ടുപേരെയും ഒപ്പം കാണാൻ പറ്റില്ല, അഥവാ ഡിഫറെന്റ് പ്ലാന്റിൽ ഡിഫറെന്റ് ആയിട്ടാവും ഉണ്ടാവുക. രണ്ടുപേരും ഒരുമിച്ച് കാണാത്ത കണ്ടീഷനാണ് എന്ത് ഡൈഷ്യസ്. അത് കണ്ടുവരുന്നത് ലിവോവേർട്ടിലാണ്. പക്ഷെ നമ്മൾ മോസ് എടുക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മോണീഷ്യസ് ആണ്. ഓക്കെ, മോണോ എന്ന് പറഞ്ഞാൽ എന്താ, വണ്ണ് അല്ലേ. അപ്പൊ ഒരൊറ്റ സിംഗിൾ പ്ലാന്റിൽ തന്നെ എന്തിനെ കാണാൻ പറ്റും നമുക്ക്, ബോത്ത് ആന്ത്രീഡിയനെയും കാണാൻ പറ്റും, ആർക്കിഗോണിയ അഥവാ മെയിലും ഫീമെയിലും സ്ട്രക്ചേഴ്സ് ഒരൊറ്റ പ്ലാന്റിൽ കാണുന്നത് കൊണ്ടാണ് അവരെ മോണീഷ്യസ് ആയി പറയുന്നത്. അത് എവിടെ കാണുന്നത്, മോസുകളിലാണ് കാണുന്നത്. ലിവോവേർട്ടിൽ എപ്പോഴും ഡൈഷ്യസ് ആയിരിക്കും, അതായത് രണ്ട്, ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലേ, രണ്ട് പ്ലാന്റിലും വേറെ വേറെ ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ സ്ട്രക്ചേഴ്സ് ആവും കണ്ടുവരുന്നത്. അടുത്തത് ലിവോവേർട്ടിൽ ജെമ്മേ കപ്പ് പ്രസന്റ് ആണ്. ജെമ്മേ കപ്പിൽ എന്താണ്ടാവുക, ജെമ്മേസ് ആണുള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, സെക്ഷുവൽ ഫോം ഓഫ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ ജെമ്മേ കപ്പ് പ്രസന്റ് ആയിട്ടുള്ളത് ലിവോവേർട്ടിലാണ്, മോസില് ജെമ്മേ കപ്പ് ആബ്സെന്റ് ആണ്. ഇവരുടെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോ എക്സാമ്പിൾ ലിവോവേർട്ടിൽ റിക്സിയ ഉണ്ട്, മാർക്കാൻഷ്യ ഉണ്ട്. മോസസിൽ വരുമ്പോൾ ഫ്യൂണേറിയ, പോളിട്രിക്കം, സ്ഫാഗ്നം നമ്മൾ നേരത്തെ പറയണ്ടായി. ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പീറ്റ് മോസ് നാം പറയാന്നല്ലേ. അപ്പൊ പീറ്റ് മോസ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു മോസ് ഉണ്ട്. അപ്പോൾ മോസിന് ഒരു എക്സാമ്പിൾ ആണ് ആര്, സ്ഫാഗ്നം എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾസും കൂടെ പഠിക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പാർട്ടാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇനി ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് നമുക്ക് അവസാനമായി പഠിക്കാനുള്ള കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് സൈക്കിൾ ആണ്. ഓക്കെ, ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ലൈഫ് സൈക്കിൾ ഇൻ ബ്രയോഫൈറ്റ്സ് ആണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതോടെ ബ്രയോഫൈറ്റ്സ് എന്നുള്ള ക്ലാസ്സും കൂടെ തീരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് നോക്കാം. ഗാമെറ്റോഫൈറ്റ് എന്ന് കേൾക്കും. ഗാമെറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എൻ കണ്ടീഷൻ ആണ്. ഓക്കെ, എൻ കണ്ടീഷനെയാണ് എന്തെന്ന് പറയുന്നത് ഗാമെറ്റോഫൈറ്റ്, അഥവാ ഹാപ്ലോയിഡ് കണ്ടീഷനെയാണ് എന്തെന്ന് പറയുന്നത് ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ അഥവാ 2n. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഗാമെറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയിട്ടുള്ള n, സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിട്ടുള്ള 2n. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റ്സിൽ ആദ്യം തന്നെ ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ്. ഓക്കെ, ബ്രയോഫൈറ്റ് ക്ലാസ്സിൽ പെടുന്ന ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അതിന് ഗ്രീൻ കളർ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഗ്രീൻ കളർ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. ഫോട്ടോസിന്തസിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇവരെന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ബ്രയോഫൈറ്റ്സിലെ പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക് ആണ്, ഗ്രീൻ കളർ ആണ്, അതുപോലെ തന്നെ എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്. അവർ ഗാമെറ്റോഫൈറ്റിക് ആണ്, അഥവാ പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് ആണ്, എൻ ആണ്. ഗാമെറ്റോഫൈറ്റിക് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സിലെ പ്ലാന്റ് ബോഡി എൻ അഥവാ ഹാപ്ലോയിഡ് അല്ലെങ്കിൽ ഗാമെറ്റോഫൈറ്റിക് കണ്ടീഷൻ ആയിരിക്കും. അപ്പോ നമ്മൾ നേരത്തെ പറയണ്ടായി, ഇപ്പൊ ലിവോവേർട്ടിന്റെ ഒക്കെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റിൽ ഒന്നെങ്കിൽ ഒരു മെയിൽ സ്ട്രക്ചറേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു റെഡ് കളർ ആയിട്ടുള്ള ഒരു റൗണ്ട് ഉണ്ട് അല്ലേ, ഇതെന്ന് പറയുന്നതാണ് ഇത് ഫീമെയിൽ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഫീമെയിൽ ഏതാണ്, ആർക്കിഗോണിയാണ് എന്ത് ബ്രയോഫൈറ്റ്സിലെ ഫീമെയിൽ. ഈ ഫീമെയിൽ ആയിട്ടുള്ള സെക്സ് ഓർഗൻ ആണ് ഏത്, ഫീമെയിൽ സ്ട്രക്ചർ അഥവാ അവിടെയുള്ള സെക്സ് ഓർഗൻ ആണ് ഏത്, ആർക്കിഗോണിയ. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, എഗ് അല്ലേ.
എഗ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ ബ്രയോഫൈറ്റ്സിലെ മെയിൽ സ്ട്രക്ചർ ഏതാ ചോദിക്കുക, അതുപോലെ സെക്സ് ഓർഗൻ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആന്ത്രീഡിയ. ആന്ത്രീഡിയ. അപ്പൊ ആന്ത്രീഡിയ എന്ന് പറയുന്നത് മെയിൽ സെക്സിന്റെ സ്ട്രക്ചർ ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആന്ത്രോസോയിഡ്. ആന്ത്രോസോയിഡ്. ആന്ത്രോസോയിഡ് എങ്ങനെ കാണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈഫ്ലജലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ 2 ഫ്ലൈജെല്ല ഉള്ളതായിരിക്കും. ഇതാണ് ഇപ്പോൾ ആന്ത്രോസോയിഡ്. ഇപ്പൊ 2 ഫ്ലൈജെല്ല. ഓക്കെ, 2 ഫ്ലൈജെല്ല ഉള്ള സ്ട്രക്ചർ ആണ് എന്ത് ആന്ത്രോസോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ മുഴുവനായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ N ഉള്ള കണ്ടീഷൻ ആണ്, സ്പോറോഫൈറ്റ് 2N ആണ്. ആർക്കിഗോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രയോഫൈറ്റ്സിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുക എഗ് ആണ്. ഇനി അടുത്ത ആന്ത്രീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമേറ്റ് എന്ന് പറയുന്നത് ആന്ത്രോസോയിഡ് ആണ്. അത് കാണാനായിട്ട് ബൈഫ്ലജലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഗാമറ്റോഫൈറ്റിക് കണ്ടീഷൻ അഥവാ ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും ഒരു ബ്രയോഫൈറ്റിക് പ്ലാൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ. പ്ലാൻ ബോഡി എങ്ങനെയായിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും, ഫോട്ടോസിന്തറ്റിക് ആവും, ഗ്രീൻ കളർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ അവര് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള ഫീമെയിൽ ഗാമേറ്റ്. ഓക്കെ, ഈ ഒരു പ്ലാന്റിലുള്ളത് ഏതാണ്, ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ആർക്കിഗോണിയാണ്. അപ്പൊ ഇനി ആന്ത്രീഡിയ പുറത്തു നിന്ന് വരണം അല്ലേ. അപ്പൊ ആന്ത്രീഡിയ ഇതായി ഇങ്ങനെ ചെന്ന് ഫ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് എന്ത് ആന്ത്രീഡിയ. ഈ കാണുന്നതാണ് എന്ത് ആന്ത്രീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ ഗാമേറ്റ്. ഓക്കെ, മെയിൽ സ്ട്രക്ചർ. ഓക്കെ, ഈ ആന്ത്രീഡിയ മെയിൽ സ്ട്രക്ചർ ആണ്. അപ്പൊ അതിൽ നിന്നുള്ള എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക, ആന്ത്രീഡിയ പ്രൊഡ്യൂസ് ചെയ്യുക എന്താണ് ആന്ത്രോസോയിഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ആന്ത്രോസോയിഡ് ചെന്നിട്ട് എഗ് ആയിട്ട് ഫ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ എഗ് ആയിട്ട് എങ്ങനെ ഫ്യൂസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയണ്ടായി ബ്രയോഫൈറ്റ്സിന് വെള്ളം വേണം ഫെർട്ടിലൈസേഷൻ. അപ്പോൾ വെള്ളത്തില് ഊഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ നടത്തും. ഊഗ്യാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചെറിയ അതായത് സൈസ് കുറഞ്ഞിട്ടുള്ള മെയിൽ ഗാമീറ്റും ലാർജർ ആയിട്ടുള്ള ഫീമെയിൽ ഗാമീറ്റും തമ്മിലുള്ള ഫ്യൂഷൻ, അതാണ് എന്ത് ഊഗ്യാമസ്. അപ്പൊ ഇവിടെ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ സംഭവിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാകും, ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും. ഓക്കെ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഡിപ്ലോയിഡ് സൈഗോട്ടിന് എന്ത് സംഭവിക്കും, മൈറ്റോസിസ് സംഭവിച്ചിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഉണ്ടാവും. ഓക്കെ, സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെഡ് പാർട്ട് മാത്രമേ ഉള്ളൂ എന്ത് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. ബാക്കി ഈ ബ്ലാക്ക് കളറിൽ വരച്ചത് എന്താണ് ഗാമറ്റോഫൈറ്റ് ആണ് അഥവാ N ആണ്. അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ ഡിപ്ലോയിഡ് പാർട്ടും ഉണ്ട്, ഹാപ്ലോയിഡ് പാർട്ടും കാണും. അപ്പൊ ഈ ഡിപ്ലോയിഡ് പാർട്ട് അതായത് ഈ 2N തിരിച്ച് അവിടെ പോയപ്പോൾ 2N തന്നെ ആയത് എങ്ങനെയാണ്, മൈറ്റോസിസ് വഴിയാണ്. പിന്നെ പ്ലാന്റ് എന്ന് പറയുന്നത് N ഗാമറ്റോഫൈറ്റ് തന്നെയാണ്. ഇവർ ഇൻഡിപെൻഡന്റ് ആണ്. കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു ഗാമറ്റോഫൈറ്റ് അവിടെ ഇൻഡിപെൻഡന്റ് ആവും, കാരണം അവർ ഫോട്ടോസിന്തസിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സ്പോറോഫൈറ്റ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുക ആരെയാണ്, ഗാമറ്റോഫൈറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി സ്പോറോഫൈറ്റിക് പാർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ അല്ലേ, ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഇത് ഫൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട് അല്ലെ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരുന്നുണ്ട്, അതാണ് സീറ്റ്. ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഈ ഡോട്ട് 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 ഉള്ള സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഡിപ്പെൻഡന്റ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ടാണ് അഥവാ ഗാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാറാണ്, സ്പോറോഫൈറ്റ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ക്യാപ്സ്യൂൾ കുറച്ച് കഴിയുമ്പോൾ എന്താ കുറച്ചും കൂടെ പൊട്ടാൻ തുടങ്ങും അല്ലെ, മിയോസിസ് സംഭവിക്കും. ഇപ്പൊ ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ മാത്രം എടുത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്ത് ക്യാപ്സ്യൂൾ. അതെന്താണ് 2N അല്ലേ. ഈ 2N ആയിട്ടുള്ള ക്യാപ്സ്യൂൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് മിയോസിസ് സംഭവിച്ചിട്ട്, മിയോസിസ് സംഭവിച്ചാൽ എന്താവും, ഹാഫ് ആവും. അതായത് 2N ഉള്ളത് N ആകും. അങ്ങനെ N ആയിട്ടുള്ള കുറച്ച് സ്പോറായി മാറും. ഓക്കെ, ഈ സ്പോറിന് ചുറ്റും എന്തുണ്ടാവും, സെൽ വോൾ പോലെ ഒരു സംഭവം ഉണ്ട്, അത് പൊട്ടും. അത് പൊട്ടിയിട്ട് എന്താവും, ഇതൊക്കെ ബ്രേക്ക് ആവും അഥവാ ഇതൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് ഈ സ്പോർ എന്ത് ചെയ്യും, മണ്ണിൽ വന്ന് വീഴും. ഈ സ്പോറ് മണ്ണിൽ വന്ന് വീഴും, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സ്പോറ് മണ്ണിൽ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ് N ആണ്. കാരണം എന്താ, 2N ആയിട്ടുള്ള ക്യാപ്സ്യൂളിൽ നിന്നാണ് മിയോസിസ് സംഭവിച്ചിട്ട് N ആയിട്ടുള്ള സ്പോർ ഫോം ചെയ്തത്. ഇപ്പൊ മണ്ണിലെത്തി, മണ്ണിൽ അത് ജെർമിനേറ്റ് ചെയ്യുക അഥവാ മുളയ്ക്കും. അങ്ങനെ ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഫിലമെന്റ് സ്മാല പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്തെന്ന് പറഞ്ഞാല് പ്രോട്ടോണിമ. കണ്ടോ, ഇതാണ് സ്ട്രക്ചർ പ്രോട്ടോണിമ. അതും അപ്പൊ എന്താവും N ആണ്, കാരണം സ്പോർ N ആണ്, പ്രോട്ടോണിമ അപ്പൊ തിരിച്ചു വരുമ്പോ N തന്നെയാണ്. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ജെർമിനേഷൻ ആണ് സംഭവിക്കുന്നത്. സ്പോർ എന്ത് ചെയ്യും, ജെർമിനേറ്റ് ചെയ്യും. പിന്നെ ഈ പ്രോട്ടോണിമ എന്താകും, സെക്കൻഡറി പ്രോട്ടോണിമ. സെക്കൻഡറി പ്രോട്ടോണിമ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിമയിൽ തന്നെ കുറെ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാല്
അതിനെ പറയുന്ന പേരാണിത് സെക്കൻഡറി പ്രോട്ടോണിമ. ഈ സെക്കൻഡറി പ്രോട്ടോണിമയാണ് തിരിച്ച് എന്തായി മാറുന്നത്, ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ആയി മാറുന്നത്. ഇങ്ങനെ ഒരു സൈക്കിളാണ് അടുത്ത് നടക്കുന്നത് ബ്രയോഫൈറ്റ്സിൽ. അപ്പൊ നമുക്ക് നോക്കാം ഇവർ എന്ത് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിളാണ് കാണിക്കുന്നത് എന്ന്. നമുക്ക് ഇതാ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, ഹാപ്ലോയിഡ് ആണ്. അപ്പൊ ഒരു ഹാപ്ലോയിഡ് കിട്ടി, ഒരു ഡിപ്ലോയിഡ് കിട്ടി. അപ്പൊ അത് നമുക്ക് നോക്കാം എത്ര ഡിപ്ലോയിഡ് കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ഡിപ്ലോയിഡ് ആണ്, ഇവിടെ ഡിപ്ലോയിഡ് ആണ്. അപ്പൊ ടോട്ടൽ എന്താണ്, 2 2n കണ്ടീഷൻ ആണ് ഉള്ളത്. ഓക്കെ, 2 എണ്ണം. ഹാപ്ലോയിഡ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ ഇവിടെ ഒരു ഹാപ്ലോയിഡ് 1 2 3 4 ഹാപ്ലോയിഡ് കണ്ടീഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡിപ്ലോയിഡോ ബാക്കി ഫുൾ ഹാപ്ലോയിഡോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാപ്ലോണ്ടിക് ലൈഫ് എന്ന് പറയാം. പക്ഷെ ഇവിടെ 2 ഡിപ്ലോയിഡ് കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേര് ഏതാണ്, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഓക്കെ, ഹാപ്ലോയും ഉണ്ട്, ഡിപ്ലോണ്ടിക് അതായത് ഡിപ്ലോയിഡും ഉണ്ട്, ലൈഫ് സൈക്കിൾ. ഓക്കെ, അപ്പൊ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആയിരിക്കും ആര് കാണിക്കുന്നത്, ബ്രയോഫൈറ്റ്സ് കാണിക്കുന്നത്. ഒന്നുമില്ല, പ്ലാന്റ് എന്ന് പറയുന്നത് N ആണ്. അവിടെ ഫ്യൂഷൻ നടക്കുന്നുണ്ട് ആരൊക്കെ തമ്മിൽ, എഗ് തമ്മിലും അതുപോലെ തന്നെ ആന്ത്രോസോയിഡ് തമ്മിലും. ഇവ രണ്ടുപേരും കൂടെ 2n ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവുന്നു. മൈറ്റോസിസ് വഴി സ്പോറോഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. സ്പോറോഫൈറ്റ് എപ്പോഴും ഗെമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണുള്ളത്. അതിൽ നിന്ന് ക്യാപ്സ്യൂൾ കുറച്ചും കൂടെ ഒന്ന് മെച്യൂർ ആയി വരുന്നുണ്ട്. അപ്പോൾ അവിടെ മിയോസിസ് സംഭവിക്കും, അങ്ങനെ സ്പോർ ഉണ്ടാകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്പോറിന് പുറത്തുള്ള സെൽ വോളൊക്കെ ബ്രേക്ക് ആവും, അങ്ങനെ പൊട്ടിയിട്ട് മണ്ണിൽ വീഴും. അപ്പോൾ സ്പോർ N ആണ്. അത് പിന്നെ മണ്ണിൽ വെച്ച് ജെർമിനേറ്റ് ചെയ്യും. ജെർമിനേറ്റ് ചെയ്യുമ്പോൾ N ആയിട്ടുള്ള പ്രോട്ടോണിമ ഒരു ഫിലമെന്റ് സ്ട്രക്ചർ കിട്ടും. അതിൽ ബ്രാഞ്ചസ് വരും, അങ്ങനെ സെക്കൻഡറി പ്രോട്ടോണിമയായി മാറും. അതാണ് തിരിച്ചുകൊണ്ട് പ്ലാന്റ് ആയി മാറുന്നത്. അതോടുകൂടി നമ്മുടെ ബ്രയോഫൈറ്റ്സ് എന്നുള്ള ഫുൾ ആ ഒരു ക്ലാസ് തീർന്നിരിക്കുകയാണ്.